എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ എന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രത്തിന്റെ 5ാം ദിവസമാണിന്ന്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, തിങ്കളാഴ്ച. എമ്പുരാൻ സിനിമ പുറത്തിറങ്ങി ഇന്ന് 5ാം ദിവസം എത്തിയപ്പോഴും പുലർച്ചെ 4:30 ഷോ വെച്ചിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള തിയേറ്ററുകളിലൊന്നായ തൃശൂർ രാഗം തിയേറ്റർ. അതും ചിത്രം പുറത്തിറങ്ങി ഒരു വർക്കിംഗ് ഡേയിൽ 5ാം ദിവസവും പുലർച്ചെ 4:30 ഷോ ഹൗസ്ഫുൾ. ഇജാതി തൂക്കിയിടിയാണ് എമ്പുരാൻ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 7000 സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നതായിരിക്കും. എല്ലാ കാണുന്ന പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എമ്പുരാൻ സിനിമയുടെ മറ്റു പതിപ്പുകളുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യ 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തെലുങ്ക് വേർഷൻ മാത്രം നേടിയിരിക്കുന്നത് 2,74,00,000 രൂപയാണ്. അതിൽ ഇന്നലെ 4ാം ദിവസം മാത്രം 35 ലക്ഷം രൂപ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് സ്വന്തമാക്കിയിരുന്നു. ഇനി ചിത്രത്തിന്റെ 4 ദിവസത്തെ ഹിന്ദി പതിപ്പ് എത്ര നേടി നമുക്ക് നോക്കാം. ആദ്യ 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 2 കോടി രൂപയാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ ഇന്നലെ 4ാം ദിവസം 18 ലക്ഷം രൂപ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് സ്വന്തമാക്കി. ഇനി ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് എത്ര നേടി നോക്കാം. ആദ്യ 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ എമ്പുരാൻ സിനിമയുടെ തമിഴ് പതിപ്പ് 2,57 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ഇന്നലെ മാത്രം 59 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ കന്നഡ പതിപ്പിലേക്ക് നോക്കാം. ആദ്യ 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 39 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കന്നഡ പതിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ 8 ലക്ഷം രൂപ ചിത്രത്തിന്റെ കന്നഡ പതിപ്പ് സ്വന്തമാക്കി. ഒന്നോർക്കുക, ഈ കളക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിന്റെ മലയാളം പതിപ്പിന്റെ കാര്യമല്ല, മറ്റു ഭാഷകളിൽ ഇറങ്ങിയ പതിപ്പിന്റെ കാര്യമാണ്. കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.